കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ വീണ്ടും അറിയിക്കുന്നു. ഇങ്ങനെ വീണ്ടും ഈ മുളന്തുരുത്തി സ്ഥലം സഭയിൽ വരുവാനും ഈ 2 ദിവസങ്ങൾ നിങ്ങളോടുകൂടെ ആയിരിക്കുവാനും സാധിച്ചതും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിനവസരം ഒരുക്കിയ സ്ഥലം സഭയോട് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു. വീണ്ടും ജനനം, പൊതുജനനത്തിൻ്റെ അടയാളം. വീണ്ടും ജനിച്ചവരെ നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ്, ഒരു ടെസ്റ്റാണ്. ഈ യോഹന്നാന്റെ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ലബോറട്ടറിയാണ്. ഈ ലേഖനത്തെ പണ്ഡിതന്മാര് പലരും വിശേഷിപ്പിച്ചിരിക്കുന്ന ഇതൊരു ലബോറട്ടറിയാണ്. ഇതിനകത്ത് ആവർത്തിച്ചു വരുന്ന ഒരു വാക്കുണ്ട്, ഇതിനാൽ അറിയാം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടെസ്റ്റ് കൊണ്ട് ഞങ്ങൾ ദൈവദാസന്മാരാരെങ്കിലും, ഇവിടെ ഇരിക്കുന്ന മൂപ്പന്മാരോ ദൈവദാസന്മാരോ ആരെങ്കിലും കള്ളനാകുന്നു എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് തല്ലികളെ അല്ലേ? എന്നാൽ ഇതിനകത്ത് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് കള്ളനാകുന്നു അല്ലേ? വെളിച്ചത്തിൽ വസിക്കുന്നു എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നവൻ ആരാ? കള്ളനാണ്. പിന്നെ സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അന്ന് സാധിക്കുമെങ്കിൽ ഞാൻ പിന്നെ പറയാം, അത് ഒരു വിഷയമായതുകൊണ്ട്. അപ്പൊ ഇതിലൊരു ലബോറട്ടറി. ഞാൻ ആരാ? ഞാൻ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ആളാണോ? ഞാനൊരു ദൈവ മകനാണോ ദൈവ മകളാണോ എന്ന് നമ്മളെ തന്നെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു ലബോറട്ടറിയാണ് ഈ ലേഖനം എന്ന് പറയുന്നത്. തുടർന്നുള്ള പഠനവും നമ്മൾക്കത് പ്രയോജനകരമായി ഭവിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ജനനത്തിൻ്റെ അടയാളങ്ങളായി 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പുതുതായി ജനിച്ചവനെ എങ്ങനെ തിരിച്ചറിയാം? അവനൊരു വിശ്വാസ ജീവിതം ഉണ്ടായിരിക്കും. പുതുതായി ജനിച്ചവന് 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അല്ലേ? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചു. 2ാമത്തെ അടയാളം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ്. എന്താ? അവനൊരു വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കും. എ ലൈഫ് ഓഫ് ഹോളിനെസ്, വിശുദ്ധമായ ഒരു ജീവിതം ഉണ്ടായിരിക്കും. ഇത് ഒരു വലിയ പഠനമാണ്. നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. ഞാൻ ഈ പറയുന്ന ഓരോ സബ്ജക്റ്റും ഓരോ വിസ്തൃതമായ പഠനങ്ങളാണ്. വിശ്വാസ ജീവിതം 2, ഒന്നാമത്തെ വിശ്വാസ ജീവിതം, 2ാമത്തെ വിശുദ്ധ, പെട്ടെന്ന് മറന്നു പോകരുത്. വിശുദ്ധ ജീവിതം. 3ാമത് ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ തിരിച്ചറിയാനുള്ള 3ാമത്തെ അടയാളം 2-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. സ്തോത്രം. അപ്പോൾ പുതുതായി ജനിച്ചവനെ തിരിച്ചറിയാൻ യോഹന്നാൻ അപ്പോസ്തലൻ നമ്മൾക്ക് നൽകുന്ന ഒരു ടെസ്റ്റാണ് ഇത്. എന്താ? നീതി ചെയ്യുന്നവനൊക്കെയും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഈ 5 മണിയൊക്കെ ആകുമ്പോൾ ഒരു ക്ഷീണം സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അത് മാറ്റിവെക്കുക അല്ലേ? അത് മാറ്റിവെച്ച് ശ്രദ്ധയോടെ ഇന്ന് ഉച്ചവരെ ഇരുന്നതുപോലെ ഒന്ന് ചിരിച്ചും സന്തോഷിച്ചും ഒക്കെ ഇരിക്കണം. ഇപ്പോഴത്തെ ഒരു പ്രധാന വാക്കാണ് പോസിറ്റീവ് എനർജി. അപ്പോൾ നിങ്ങളൊന്ന് ചിരിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾക്ക് ദൈവവചനം ചിന്തിക്കാൻ സാധിക്കട്ടെ. ഈ തൊട്ടു മുമ്പ് നമ്മൾ ചിന്തിച്ചത് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് പാപം ചെയ്യാതിരിക്കുന്ന കാര്യമാണ് അല്ലേ? പാപം ചെയ്യുന്നവനെല്ലാം
പിശാചിന്റെ മകനാണ്. അതും നമ്മളെ ഇന്നലെ പറഞ്ഞ് ഞാൻ അത് പറയാൻ വിട്ടുപോയൊരു കാര്യം. ദൈവ കുടുംബവും പിന്നെ മറ്റേ കുടുംബവും പിശാചിന്റെ കുടുംബവും. പിശാചിന്റെ കുടുംബത്തിലെ മക്കളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവർ പാപം ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകനാകുന്നത്. അപ്പൊ ഏത് കുടുംബത്തിലാ പുള്ളി? ഈ പാപം ചെയ്യുന്നയാള് ഏത് കുടുംബത്തിലാ? പിശാചിന്റെ കുടുംബത്തിലാണ്, പിശാചിന്റെ മകനാണ്. അപ്പൊ രണ്ട് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് പിശാച് പിതാവായിട്ടുള്ള കുടുംബം, ഞാൻ ഇന്നലെ ആദാമിന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് ദൈവം പിതാവായിട്ടുള്ള കുടുംബം. പിശാച് പിതാവായിട്ടുള്ള കുടുംബത്തിലെ മക്കളെ എങ്ങനെ തിരിച്ചറിയാം? പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകനാണ്. എന്നാൽ ദൈവം പിതാവായുള്ള കുടുംബത്തിലെ മക്കളെ എങ്ങനെ തിരിച്ചറിയുന്നത്? ക്ലിയർ ആണ്. എന്താ? അവർ പാപം ചെയ്യാത്തവരാണ്. ഇതാണ് ആ വ്യത്യാസം. അപ്പോ പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. ശ്രദ്ധിക്കണം എല്ലാവരും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ മനസ്സിലാകുന്ന ചില ലാംഗ്വേജ് ഒക്കെയാണ് ഞാൻ പറയുന്നത്. ഇത് നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. പ്രതിലോമപരമായിട്ടാ പറയുന്നത്, നെഗറ്റീവായിട്ടാ പറയുന്നത്. എന്നാൽ 2-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവായിട്ടാ പറയുന്നത്, അല്ലേ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ നീതി ചെയ്യുന്നു. ഒന്ന് പാപം ചെയ്യുന്നില്ല, അതിന് നേരെ വിരുദ്ധമാണെന്ത്? എന്ത് ചെയ്യുന്നു? നീതി ചെയ്യുന്നു. അപ്പോ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ തിരിച്ചറിയാനുള്ള മൂന്നാമത്തെ അടയാളം, യോഹന്നാൻ പറയുന്ന മൂന്നാമത്തെ അടയാളം, അവനൊരു നീതിയുള്ള ജീവിതം ഉണ്ടായിരിക്കും. എ ലൈഫ് ഓഫ് റൈച്ചസ്നെസ്, നീതിയുള്ള ജീവിതം ഉണ്ടായിരിക്കും. ഇതും ഒരു വലിയ പഠനമല്ലയോ? ഞാൻ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്, ഈ വിഷയം പഠിക്കാൻ തുടങ്ങിയിട്ട് അനന്തമായിട്ടങ്ങ് നീണ്ടുപോയി. ആ നോട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ദൈവനീതി? ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നീതി എന്താ? ഞാൻ 1-2 വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിനു വേണ്ടിയാ? നോക്കിക്കേ, മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളൊക്കെ കർത്താവ് സ്നാനപ്പെടാൻ യോഹന്നാന്റെ അടുത്ത്, അല്ലേ? എന്നെ ഒന്ന് സഹായിക്കണേ, നിങ്ങളെ മിണ്ടാതൊന്നും ഇരിക്കരുത്. യോഹന്നാന്റെ അടുക്കൽ സ്നാനപ്പെടാൻ കർത്താവ്. അപ്പോ യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിന്റെ കയ്യാൽ സ്നാനം ഏൽക്കുന്നതാണ് എനിക്ക് ആവശ്യം, നീ പിന്നെ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞ്, സ്നാനപ്പെടാൻ പോകുന്നവര് സ്നാനപ്പെട്ടവരും പറഞ്ഞേ, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് എന്തിനാണെന്നറിയാമോ? സ്തോത്രം. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അവതാര ലക്ഷ്യം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഈ ഒരു വാചകം സംശയമില്ലാതെ പറഞ്ഞേക്കണം. എന്തിനാ വന്നത്? നീതി നിവർത്തിക്കാൻ വേണ്ടിയാണ്. ഏറ്റവും ഒടുവിൽ ക്രൂശിൽ കിടന്ന് കർത്താവ് പറഞ്ഞത്, നിവർത്തിച്ചത് എന്താ? ഞാൻ ഈ ഭൂമിയിൽ നിവർത്തിക്കുവാൻ വന്ന നീതി ഞാൻ എന്ത് ചെയ്തു? നിവർത്തിച്ചു. ഇനി എന്റെ കൂടെ ഒന്ന് ചിന്തിച്ച്, നമ്മൾ ഈ വാക്യങ്ങളൊക്കെ ഉപരിതലത്തിൽ നിന്ന് ചിന്തിച്ചാൽ പോരാ കേട്ടോ മോളെ. ഉപരിതലത്തിൽ നിന്ന് ചിന്തിച്ചാൽ പോരാ, അതിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങാൻ ശ്രമിക്കണം. യേശുക്രിസ്തു സ്നാനപ്പെടാൻ വന്ന് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോ കർത്താവ് പറയുകയാണ്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് ഉചിതം. ഇന്ന് സ്നാനത്തെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു വാക്യമാണ് ഇത്. നിങ്ങൾ സ്നാനപ്പെടാൻ പോവില്ലേ? നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? എന്താ ചെയ്യാൻ പോകുന്നത്? കേട്ടിട്ടില്ലാത്ത പോലെ എന്താ ചെയ്യാൻ പോകുന്നത്? നീതി നിവർത്തിക്കാൻ പോവുക.
നീതി നിവർത്തിക്കാൻ പോവുക. അപ്പൊ സ്നാനം എന്തോ? ദൈവത്തിന്റെ നീതി. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ രാവിലെ ഇന്നലെ പറഞ്ഞ പോലെ എന്നെ മുടക്കിക്കളയരുത് കേട്ടോ. വെള്ളത്തിൽ പൊങ്ങിയിട്ട് പൊങ്ങി വന്ന ദൈവനീതി നിവർത്തിക്കും. ചുമ്മാതെ നമ്മൾ ഈ കേൾക്കുന്നതെല്ലാം വെള്ളം ചേർക്കാതെ തൊണ്ട തൊടാതെ വിടുങ്ങരുത്. നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കണം. ഞാൻ പമ്പയാറ്റില്ല സ്നാനപ്പെട്ട്, ഈ അയ്യപ്പന്മാരൊക്കെ പോയി ഇങ്ങനെ പമ്പയാറ്റില്ല. അപ്പൊ ഇവിടുത്തെ പുണ്യ നദികളിൽ ഒന്നാണെന്നാണ് വെപ്പ്. ഏത്? പമ്പയാറ്റി ഞാൻ മുങ്ങിയിട്ട് പൊങ്ങിക്കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ നീതി സ്തോത്രം. നിവർത്തിച്ചോ? വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയാൽ ദൈവനീതി നിവർത്തിക്കപ്പെടുകയില്ല. എന്താ യോർദാനത്തിൽ യേശു കർത്താവ് മുങ്ങി പൊങ്ങി ഇപ്പൊ പറഞ്ഞത്? ദൈവനീതി നിവർത്തിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 3 വർഷത്തിന് ശേഷം ഞാനൊരു മരക്കുരിശിൽ മരിക്കും, അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെടും, എന്നിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്തോ സംഭവിക്കും? ദൈവനീതി പൂർത്തീകരിക്കും. അപ്പോൾ യേശുക്രിസ്തു ഏറ്റ ആ സ്നാനം ഒരു പ്രതിരൂപമായിരുന്നു, ഒരു സാദൃശ്യമായിരുന്നു. സിംബോളിക്കായിട്ട് കർത്താവ് ചെയ്ത എന്തിന്റെ? കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്നതിൻ്റെ നാന്ദിയായിട്ട് കർത്താവ് ചെയ്ത ഒരു സാദൃശ്യ പ്രവൃത്തിയാണ്, കർമ്മമാണ്. ഏത്? യോർദാനാറ്റിൽ കർത്താവ്. മനസ്സിലായോ? ഇവിടെ പിന്നെ ഈ സ്നാനത്തിന്റെ ഇതുണ്ടോ? ബാപ്റ്റിസ്ട്രി ഉണ്ടോ ഇവിടെ? ഇല്ലല്ലേ? എന്തായാലും കുളമായിരിക്കും. ആ കുളത്തിൽ പോയി മുങ്ങി പൊങ്ങിയതുകൊണ്ട് ദൈവനീതി നിവർത്തിച്ചെന്നാരും വിചാരിക്കരുത്. യേശുക്രിസ്തു ദൈവത്തിന്റെ നീതി നിവർത്തിച്ചത് അവിടുത്തെ മരണ പുനരുദ്ധാനങ്ങളിലൂടെയാണ്. അതിൻ്റെ എന്തായിരുന്നു? ഒരു സാദൃശ്യമായിരുന്നു, പ്രതിരൂപമായിരുന്നു ഇത് യോർദാനാറ്റിൽ മുങ്ങി പൊങ്ങിയത്. കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മൾ വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ട് ദൈവനീതി നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടുന്നില്ല. ദൈവനീതി നമ്മുടെ നീതിയിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിവർത്തീകരിക്കുന്നത് ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോഴാണ്. വെള്ളത്തിൽ മുങ്ങിയാൽ അത് സാധിക്കുകയില്ല. ഞാൻ ഇതിന് സൂചകമായ ഒരു വചനം തരാം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നോക്കി എടുക്കുന്നവർ പെട്ടെന്നൊന്ന് വായിച്ച് സഹായിക്കണേ. റോമർ 6:11. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവേ. ഉണ്ടോ? പാപസംബന്ധമായി മരിച്ചു, പിന്നെ ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്ന്. ഞാൻ ഇതെല്ലാം ചേർത്ത് റോമാലേഖനം ഈ ആശയത്തോട് ചേർത്ത് പഠിക്കേണ്ട ഒരു ലേഖനമാണ്. യേശുക്രിസ്തു ദൈവനീതി പ്രഖ്യാപിച്ചത് എവിടെയാണെന്നറിയാമോ? 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ എന്താ? ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, പിന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോ എന്തോ സംഭവിച്ചു? വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുക. ദൈവപുത്രൻ എന്ന് കർത്താവായ യേശുക്രിസ്തു ശക്തിയോടെ നിർണയിക്കപ്പെട്ടത് അപ്പോഴാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലാണ്. ഇനി നോക്കി 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമ്മൾ കണ്ടു. എന്താ? ആകയാൽ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവർ എന്നും പിന്നെ
ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീ. ഈ 6-ാം അധ്യായത്തിന്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് സ്നാനത്തിന് ക്ലാസ് എടുക്കുമ്പോ മിക്കവാറും എല്ലാ സ്ഥലത്തും വായിക്കാറുള്ളത്. ഞാൻ പറഞ്ഞ കള്ളമാണോ? ആണോ? അല്ല, അത് വായിക്കണം കേട്ടോ, അത് പഠിപ്പിക്കുകയും ചെയ്യണം. പക്ഷേ വായിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരബദ്ധം പടയാൻ നോക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ജലസ്നാനമാണോ? ആണോ? അല്ല. നമ്മൾ പാപത്തിനു മരിച്ച്, വേറൊരു വാക്ക് ഞാൻ പറയുകയാണ്, പാപത്തിന് മരിച്ചിട്ട് എന്ത് ചെയ്യാണ്? നീതിക്ക് ജീവിക്കുകയാണ്. പാപത്തിനു മരിച്ചു, നീതിക്ക് ജീവിക്കുന്നു. അത് വെള്ളത്തിൽ മുങ്ങിയാൽ സാധിക്കില്ല. അപ്പോൾ ഞാനിനി വിശ്വാസത്തിന്റെ നിർവചനം എന്ന് പറയുകയാണ്. തിടുക്കത്തിൽ പെട്ടെന്ന് പറയുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസം വരരുത്, മനസ്സിലാക്കുക. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, അഥവാ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ ഒരു മരണം നടക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു അടക്കം നടക്കുന്നുണ്ട്, പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നു. അങ്ങനെ മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുന്ന ആ മനുഷ്യനുള്ള പേരാണ് 2 കൊരിന്ത്യർ 5:17. എന്താ? പുതിയ സൃഷ്ടി. ഈ പുതിയ സൃഷ്ടി എന്ത് ചെയ്യുന്നറിയാമോ? സ്തോത്രം. ഈ പുതിയ സൃഷ്ടി നീതിക്ക് ജീവിക്കുന്നവനാണ്. ഞാൻ ഇതെല്ലാം കൂടെ അങ്ങോട്ട് പറയാൻ പോയാൽ ഒരു കുറേയേറെ ക്ലാസ് ഉണ്ടെങ്കിൽ ലളിതമായിട്ട് പറഞ്ഞ് സാവകാശം നമുക്കിത് മനസ്സിലാക്കി പോവാം. പക്ഷെ ഒറ്റ ക്ലാസ് കൊണ്ട് അത് എനിക്ക് സാധിക്കുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. നമുക്ക് ഈ വചനം ഏതാ? 2 കൊരിന്ത്യർ 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. തൊട്ട് താഴെ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം മിക്കവാറും ഇന്നിവിടെ ഞാൻ കേട്ടതായിട്ട് ഓർക്കുന്നില്ല. മിക്കവാറും നമ്മുടെ ആരാധനകളിലെല്ലാം ഉദ്ധരിക്കുന്ന ഒരു വചനം അവിടെയുണ്ട്. 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ഞാൻ ആ വാക്യം തെറ്റുകൂടാതെ ഒന്നുകൂടെ വായിക്കട്ടെ. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഈ വചനം ശരിക്കും ഒന്ന് ചിന്തിച്ചിട്ടുള്ളവര്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയല്ലേ? പക്ഷെ സത്യം അതാണ്. പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ. ഈ 3 വാക്യം അറിയാൻ പാടില്ലാത്ത ബ്രദറുകാരില്ല. ആകാശത്തിനുള്ള മുഴുവൻ ബ്രദറുകാർക്കും അറിയാവുന്ന 3 വാക്യങ്ങൾ. കർത്താവ് പാപം ചെയ്തിട്ടില്ല. 2, അവനിൽ പാപം ഇല്ല, അവൻ പാപം അറിയാത്തവനാണ്. എന്നാൽ ഇവിടെ നോക്കിയേ, പാപം അറിയാത്തവനെ എന്തായിട്ട് മാറ്റി? ഊശിക്കിടന്ന് എന്താ? എന്താ ക്രൂശിക്കിടന്ന്? പാപം. യേശുക്രിസ്തുവിനെ എന്താക്കി എന്നാ പറഞ്ഞത്?
ക്രിസ്തു എന്തല്ലാതിരുന്നു അതാക്കി പിതാവ് അങ്ങ് മാറ്റി. അവിടെ കിടക്കുന്നത് എന്താ? പാപം. ഇനിയും ദൈവം എന്ത് ചെയ്യണം? അവിടെ കിടക്കുന്നത് പാപമാണെങ്കിൽ ദൈവം എന്ത് ചെയ്യണം? പാപത്തെ ശിക്ഷിക്കണം. എന്തുകൊണ്ടാ? പാപത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന മുഴുവൻ ശിക്ഷയും കാൽവരിയിലെ ക്രൂശിൽ ഇറക്കേണ്ടത്. കാരണം എന്താ? പാപത്തെ കണ്ടിട്ട് മൗനമായിരിക്കുന്നവനല്ല ദൈവം. ക്രിസ്തുവിനെ ഞാൻ പറയട്ടെ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാനും ധ്യാനിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും വേണ്ടി ഇത് എഴുതി വെച്ചേക്കുന്നത്. പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപമറിയാത്ത യേശുവിനെ ഞാൻ എൻ്റെ ഈ വചനത്തിൽ കൈവച്ച് ഞാൻ പറയുന്നു, ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു. എന്താ? ക്രിസ്തുവിനെ പാപമാക്കി. അവിടെ നിർത്ത്. യേശുക്രിസ്തുവിനെ പാപമാക്കിയിട്ട് എന്ത് ചെയ്തു? നമ്മളെ എന്താക്കി? ആ വാക്യം നോക്കിയിട്ട് പറ. നീതീകരിച്ചെന്നോ നീതിമാന്മാരാക്കിയെന്നോ ഒന്നും പറയരുത്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റൂ. നമ്മളെ നീതീകരിക്കാനല്ല, നമ്മളെ നീതിമാന്മാരാക്കാനല്ല, പിന്നെ നമ്മളെ എന്താക്കി? നീതിയാക്കി. ഞാനിങ്ങനെ പറയാം, നീതിയായവനെ പാപമാക്കിയിട്ട് പാപമായിരുന്ന നമ്മളെ ദൈവത്തിന്റെ നീതിയാക്കി മാറ്റി. ഇതൊക്കെ ചിന്തിച്ചാലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തില് ദൈവം ചെയ്ത പ്രക്രിയ. ഇന്നേ കസേരകളിൽ ഒരു 50 പേരിയ്ക്കുന്നെങ്കിൽ ഈ ഇരിക്കുന്നവരെല്ലാം നീതീകരിക്കപ്പെട്ടവരാണെന്ന് പറയരുത്, പിന്നെ നീതിമാന്മാരാണെന്നും പറയരുത്. ഓരോ കസേരയിലും ഇരിക്കുന്നത് ഓരോ ദൈവനീതികളാണ്. നമ്മെ എന്താക്കി? ദൈവത്തിന്റെ നീതിയാക്കി. എന്നോടൊപ്പം ചിന്തിക്കണം ഞാൻ നീ പറയുന്ന കാര്യം. യേശുക്രിസ്തു ആ സമൂഹത്തിൽ, കർത്താവ് ജീവിച്ച കാലഘട്ടത്തിൽ, ആ സമൂഹത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ 2 കാലുകളും എടുത്തു വെച്ച് നടന്നിങ്ങനെ സമൂഹത്തിലൂടെ പോയപ്പോ കണ്ട ജനമെല്ലാം വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ നീതി ഒരു മനുഷ്യന്റെ രൂപത്തിൽ, ഒരാൾ രൂപത്തിൽ വന്നിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ നീതിയാണ്. യേശുവിനെ കണ്ടവരെല്ലാം പറഞ്ഞതാ ദൈവത്തിന്റെ നീതി. ഇതാ നമ്മുടെ ഈ സ്ഥലത്തിന്റെ മുളന്തുരുത്തി കൂടെ നമ്മൾ നടന്നു പോകുന്ന കാണുമ്പോ ഏതെങ്കിലും ആളുകൾ പറയാറുണ്ട്, ദൈവത്തിന്റെ നീതി ഒരു ആളിന്റെ രൂപത്തിൽ നടന്നു പോകുന്നു. നമ്മളെല്ലാം സാക്ഷ്യം പറയുമ്പോഴാണെങ്കിലും, നമ്മളെല്ലാം അസംബ്ലിയിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവം നീതീകരിച്ചു എന്നാ പറയുന്നത്. പക്ഷെ ദൈവം നീതീകരിക്കുക മാത്രമല്ല, നമ്മളെ എന്താക്കി? നീതിയാക്കി. ശ്രദ്ധിക്കണ കുഞ്ഞുങ്ങളെ, വില കൊടുത്തേ മതിയാവും ക്രിസ്ത്യൻ ജീവിതത്തിന്. കേട്ടോ? നിന്നെ കാണുന്നവർ എന്തു പറയണം? ഇതാണ് ദൈവത്തിന്റെ നീതി. ഒന്നുകൂടെ ശരിക്ക് പറഞ്ഞാൽ, ദൈവനീതിയുടെ ഡെഫിനിഷനായി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ് ദൈവത്തിന്റെ മക്കൾ. ദൈവനീതി എന്താണെന്ന് പുസ്തകം വായിച്ച് പഠിക്കുകയല്ല, പിന്നെ ദൈവത്തിന്റെ നീതിയാണെന്ന് എന്താണെന്നാ. എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ കണ്ട് ലോകമറിയണം.
നമുക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടണം കേട്ടോ. എനിക്ക് വലിയ നിർബന്ധമാണ്. ഞാൻ ഇന്ന് പകല് പറഞ്ഞ പോലെ ഞാനിവിടെ വന്ന് ഈ ക്ലാസ്സൊക്കെ എടുത്തേച്ച് പോയിട്ട് നിങ്ങളെ എനിക്കറിയാം ബൈബിളിനകത്ത് പേപ്പറും പേനയൊക്കെ ഉണ്ട്. പി എസ് തമ്പാനങ്ങളുടെ ഈ പ്രാവശ്യത്തെ ക്ലാസ്സിന് ഇത്ര മാർക്ക് അല്ലേ? മാർക്ക് ഇടണ്ട. നിങ്ങളുടെ മാർക്കിന്റെ കൂടുതലും കുറവൊന്നും എനിക്ക് വേണ്ട. പക്ഷെ ഒരു മാറ്റം സംഭവിക്കണം. വീണ്ടും ജനിച്ചതാണെന്ന് ഉറപ്പ് വരുത്തണം. വീണ്ടും ജനിച്ചതാണെങ്കിൽ ദൈവത്തിന്റെ നീതിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം. ദൈവനീതിയുടെ പ്രദർശനമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആദ്യം ഞാൻ സൂചിപ്പിച്ച ആ ഭാഗത്തേക്കൊന്ന് മടങ്ങി വരാം. 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പാപം ചെയ്യാത്തവനാണ് ദൈവത്തിൽ നിന്ന്, പാപം ചെയ്യാതിരിക്കുന്നവനാണ് ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചു. എന്നാൽ 2-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിലോ ചെയ്യുന്നവനാണ് അല്ലേ? ഞാൻ പറയട്ടെ, എൻ്റെ ചെറുപ്പത്തിലും ഞാൻ വളർന്നു വന്ന കാലഘട്ടത്തിലും എന്നോടൊപ്പം വളർന്നു വന്ന ആളുകളും ഒക്കെ ഈ ക്രിസ്ത്യാനിറ്റി, ഈ ക്രൈസ്തവികതയെ ഒട്ടുമിക്ക ആളുകളും കണ്ടത് ഒരു നെഗറ്റീവ് റിലീജിയനായിട്ടാണ്. ഞാനത് ചിലയിടത്തൊക്കെ പറഞ്ഞിട്ടു. നെഗറ്റീവ് റിലീജിയൻ. നമ്മളൊക്കെ ജനിച്ച് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രായമായ കാലം മുതൽ നമ്മുടെ മാതാപിതാക്കൾ സൺഡേ സ്കൂളിൽ വരുമ്പോൾ, പിന്നെ ബൈബിൾ ക്ലാസ്സിൽ വരുമ്പോൾ, വചനം ശുശ്രൂഷിക്കുമ്പോൾ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണെന്നറിയോ? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകരുത്, പിന്നെ അത് കാണരുത്, അത് നോക്കരുത്, അരുത് അരുത് അരുത്. മൊത്തം ഉണ്ട് നെഗറ്റീവ്സ്. എന്നാൽ ഈ പ്രിയപ്പെട്ടവരോട് ആരും എന്തു പറഞ്ഞു കൊടുക്കുകയില്ല. ചെയ്യേണ്ടത് എന്തൊക്കെയാണ് മക്കളെ? ഞാൻ ഒരു പരിധി വരെയൊക്കെ സഹിക്കും. ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന നമ്മൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ പരാജയം എന്താണെന്നറിയാം? ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുകയാണ്. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഈ അരുതുകൾ എന്നുള്ളത് പറയാതിരുന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? ചെയ്താത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് അത് തന്നെ നടക്കും. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആദ്യം ഇതൊക്കെ ഒന്ന് പഠിച്ചേച്ച് വേണം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ കേട്ടോ. ഞാൻ വ്യക്തമായിട്ട് പറയാം, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുടുംബജീവിതം എന്താണെന്ന് അറിയണം. മക്കള് ജനിക്കുന്നതിന് മുമ്പ് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഇതൊന്നും യാതൊരു പഠനവും കൂടാതെയാണ് പലരും കുടുംബജീവിതത്തിലേക്ക്. അതിന്റെ കെടുതികൾ ധാരാളം ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ലോകത്താണ് കൂടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? നീതി ചെയ്യണം. നമ്മൾക്ക് ഈ ദിവസങ്ങൾ മാത്രമല്ല, ഞാൻ പഠിക്കാൻ വളരെയേറെ ശ്രമം നടത്തിയിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാം. നീതി പ്രവർത്തിക്കുക, നീതി ചെയ്യുക. നീതി ചെയ്യുക എന്നുള്ളതിനേക്കാൾ നമ്മൾ നീതി ആകുക, അല്ലേ? ദൈവത്തിന്റെ നീതി ആകുക. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത് എന്താ? മത്തായി എഴുതിയ സുവിശേഷം
5-ാം അധ്യായം, മത്തായി സുവിശേഷം 5-ാം അധ്യായം. നിങ്ങള് ഈ ഭാഗമൊക്കെ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ബൈബിൾ ക്ലാസ് ഒക്കെ നടന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുക. ഈ 5-ാം അധ്യായം കർത്താവിന്റെ ഗിരിപ്രഭാഷണം അല്ലേ? യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം. 5-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കി, 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യെസ്, ഞാൻ ഇത് അധികം വിശദീകരിക്കില്ല, കാര്യം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പലരും ഇതിന്റെ വിശദീകരണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുക. മക്കളെല്ലാവരും കൂടെ ഒന്ന് വായിച്ച ആ വാക്യം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയല്ല. സ്വർഗരാജ്യത്തിൽ കടക്കുകയല്ല. നമ്മളായിരുന്നെങ്കിൽ എങ്ങനെ എഴുതിയെന്നറിയാമോ? നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ കവിയുന്നില്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? പോകുമോ എന്ന്. എവിടെ? ഞാൻ ഈ കാര്യം ഒന്ന് നോക്കിയപ്പോൾ ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി ഉണ്ടല്ലോ, അപാരമായിരുന്നു. അത്ര ചെറുത്. നമ്മൾ ഈ പരിഹസിച്ചാണല്ലോ പല കാര്യങ്ങളും ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ബ്രദറുകാരെയും പെന്തക്കോസ്തുകാരെയും പോലെ ഈ പരിഹസിക്കാൻ വിദഗ്ധരായിട്ടുള്ള ആള് കേട്ടോ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവരെ അങ്ങ് പരിഹസിക്കുക, അവരെ കുറ്റപ്പെടുത്തുക. എന്നാൽ ഒരു പരീശന്റെ നീതി, ഒരു ശാസ്ത്രിയുടെ നീതി, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമോ നമ്മള്? ഇന്ന് നമ്മുടെ പ്രിയ ഷാജൻ വായിച്ച ഭാഗത്ത് ഒരു ശാസ്ത്രിയുടെ കാര്യം എഴുതിയിരിക്കുന്നത്. യേശു അവനെ നോക്കി, അവൻ പറഞ്ഞു അവൻ ജീവിതത്തിൽ പാലിക്കുന്ന നീതി എന്തൊക്കെയാണെന്ന് അവൻ നിങ്ങൾ കേട്ട ലക്ഷണമില്ലോ. അവൻ പാലിക്കുന്ന നീതിയൊക്കെ അവനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? യേശു അവനെ നോക്കിയിട്ട് എന്തോ ചെയ്യുന്ന? അവനെ പരിഹസിക്കില്ലായിരുന്നു. അവന്റെ നീതി കണ്ടിട്ട് കർത്താവ് അവനെ സ്നേഹിച്ചു. അപ്പോൾ ഈ പരീശന്മാരുടെ നീതിയും ശാസ്ത്രിമാരുടെ നീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൈ കഴുകുന്ന കാര്യവും അതും ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ നീതി അവർക്ക് ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും അവർ നിർമ്മലരായിരിക്കണമെന്ന ആഗ്രഹത്തിലാണ് അവർ ആ നീതി പിന്തുടർന്നത്. എനിക്ക് സമയം പോരാ, 6:30 തീർക്കണമല്ലോ. ഈ വിഷയം 6:30 അങ്ങ് തീർക്കണമെന്ന് കരുതിയാണ്. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഉണ്ട്. പക്ഷെ ഈ വിഷയം 6:30 തീർക്കണമെന്നുള്ള താല്പര്യത്തില ഞാൻ പറഞ്ഞത്. നോക്കണം, പൗലോസ്ലീഹ പറഞ്ഞെന്തെന്നറിയാമോ? എനിക്ക് ന്യായപ്രമാണത്തിന്റെ നീതി അറിയാമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതം മൊത്തം എന്ത് കൊടുത്തു? രാപ്പകൽ ഞാൻ ഓടിയത് എന്തിനാണ്? ആ നീതി നിവർത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആരും അതിനെ വില കുറച്ച് കാണരുത്. എന്നാൽ ആ നീതിയും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയല്ല? പറഞ്ഞ മക്കളെ, സ്വർഗത്തിൽ പോകാൻ പറ്റിയല്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രെയിം വർക്കിനകത്ത് നീതി ഉണ്ടല്ലോ, അതും കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന അങ്ങനെ മനപ്പായസം ഉണ്ണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയുകയല്ല, കാണുകയല്ല. അവിടെ ഞാനീ പുസ്തകം കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഇതിനോട് എന്റെ ഹൃദയം ചേർത്ത് വെച്ച് ചിന്തിച്ച് ഞാൻ ധ്യാനിച്ചപ്പോഴേക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എത്ര എണ്ണം അവിടെ കാണുന്നു. നീതി പ്രവർത്തിക്കാന്ന് ഒരു വാചകം പറഞ്ഞാൽ തീർന്നു അല്ലേ?
എന്നാൽ അതിൻ്റെ വിസ്തൃതമായ മേഖലകളും അർത്ഥം എത്ര വലുതാണ്. ഈ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി, ദൈവനീതിയും യേശുക്രിസ്തുവിന്റെ നീതിയും സംബന്ധിച്ചുള്ള ഒരു താരതമ്യം തൊട്ട് താഴോട്ട് പറയുന്നത്. ഞാനത് അധികം വിശദീകരിക്കത്തില്ല. ഒന്നോയ്ക്ക് 21 വാക്യം. പരീശന്മാര് ന്യായപ്രമാണത്തിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു നീതി ഉണ്ടെന്താ? കൊല ചെയ്യരുത് എന്നും. ഞാൻ കൊല ചെയ്യരുത്, ആരും കൊല്ലരുത് അല്ലേ? ആരെയും കൊല്ലരുത്. അതാരുടെ നീതിയാണെന്നറിയാമോ? മോശ കൊടുത്ത നീതിയാണ്, ന്യായപ്രമാണത്തിലെ നീതിയാണ്. ആ നീതിയാണ് ആര് പിന്തുടരുന്നത്? പരീശന്മാരും ശാസ്ത്രിമാരും ആ നീതിയാണ് പിന്തുടരുന്നത്. കർത്താവ് പറഞ്ഞു, ഈ നീതിയെ കവിയുന്ന നീതിയാണ് എവിടോട്ട് കൊണ്ടുവന്നേ? സ്വർഗത്തിൽ കൊണ്ടുവന്നേ. ആ നീതി ഏതാന്ന് നോക്കിയേ. നീ കൊന്ന കൊലപാതകനാകും എന്നോ അല്ല, പിന്നെ വായിച്ചേ. സഹോദരനോട് കോപിക്കുന്ന പോമോ സ്വർഗത്തിൽ പോവോ? മുളന്തുരുത്തി സഭയിലെ മുഴുവൻ വിശ്വാസികളും മുള്ളെണ്ണം ഇവിടെ എല്ലാ കസേരയിൽ നിറഞ്ഞിരിക്കുമ്പോ ഇത് പറയേണ്ട കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചുമ്മാ വന്ന് അപ്പം മുറിച്ച് പാനപാത്രം കുടിച്ചേച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായവിധി നിന്റെ തലയെ വരച്ചു വെച്ചുകൊണ്ട് പോകരുത്. ജീവിക്കുന്നെങ്കിൽ വിശ്വാസിയായിട്ട് ജീവിക്കണം. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന നീതി നിവർത്തിക്കണം. ബ്രദർ സമൂഹത്തിന്റെ ചരിത്രത്തിലേക്ക്, ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ പറഞ്ഞാൽ ഞാൻ ദൈവസേനയിൽ പാപം ചെയ്യാതിരിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ പറയുന്നില്ല. സഭാ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തില് എന്തെല്ലാം കോപ്രായങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കാകെ സഹോദരന്മാർ പരസ്പരം ചെയ്തിട്ടുള്ളത്. എന്ന് തീരുമാനിക്കാമോ? എന്റെ ഒരു വാക്കുകൊണ്ട് പോലും എന്റെ സഭയിൽ ഒരു ഭാരമുണ്ടാകുകയില്ല. അപ്പോഴാണ് നമ്മൾ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്ന നീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്. കർത്താവിന് സ്തോത്രം. പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കുക അല്ലേ? ഞാൻ തന്നെ പറഞ്ഞോളാം. ഏതാ? സ്തോത്രം. ആമേൻ പറയാമോ? ഏറ്റെടുക്കാമോ? വിഭജനം. കോപിക്കുന്നവൻ കൊലപാതകനാണെന്ന് ആരുടെ നീതിയാണ്? വിജയസോര ആരുടെ നീതിയാണ്? യേശു കർത്താവിന്റെ നീതിയാണ്. നമ്മളെ നീതിയാക്കിയത് ഈ നീതി പ്രവർത്തിക്കാനാണ്. നീതി പ്രവർത്തിക്കുന്നവനെല്ലാം സ്തോത്രം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുകയാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. അടുത്ത കർത്താവ് പറയുന്നത് തൊട്ട് താഴെ പറയുന്നുണ്ട്, അങ്ങനെ കോപിക്കോ എല്ലാം ചെയ്തു നിസ്സാരാന്നൊക്കെ പറഞ്ഞു എങ്കിൽ അഗ്നിനരകത്തിന് യോഗ്യനാകുന്നു.
സ്വർഗരാജ്യത്തിൽ കടക്കയില്ലെന്ന് മാത്രമല്ല, അവർക്ക് വെച്ചിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് പറഞ്ഞു. അല്ല, സ്വർഗരാജ്യത്തിലോട്ട് പോവുകയല്ല, പിന്നെ എവിടോട്ട് പോകും? അഗ്നി നരകത്തിന് യോഗ്യനാണ്. എന്നാൽ ഇനി ഒന്ന് കോപിച്ചു പോയെന്നിരിക്കട്ടെ, അതാണ് വീണ്ടും ജനിച്ചവരും വീണ്ടും ജനിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ജഡത്തിൽ ജീവിക്കുക, രൂപാന്തരപ്പെട്ട ചിലപ്പം നമ്മൾക്ക് കോപം വന്നു എന്നിരിക്കട്ടെ, നമ്മുടെ സഹോദരനോട് ഉച്ചരിക്കാൻ കൊള്ളാതില്ലാത്ത ഒരു വാക്ക് പറഞ്ഞു എന്നിരിക്കട്ടെ, എന്താ ചെയ്യേണ്ടത്? 23-ാം വാക്യം. ആകയാൽ എല്ലാവരും ചേർന്നങ്ങ് വായിച്ചു തന്നെ, അപ്പൊ കുഴപ്പമില്ലല്ലോ. നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ നിനക്ക് അങ്ങോട്ടുണ്ടെന്നല്ല, പിന്നെ നിനക്ക് സഹോദരനോട് വല്ലതുമുണ്ടോ എന്നല്ല, ഉണ്ടെങ്കിൽ നല്ല, പിന്നെ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വെച്ചാൽ വഴിപാട് എവിടെ വെക്കണം? യാഗപീഠത്തിന് മുമ്പിൽ വെച്ച്. യാഗപീഠത്തിന് മുമ്പിൽ. എന്നിട്ട് അടുത്ത എനിക്ക് ഇഷ്ടപ്പെട്ട 2 പ്രയോഗമുണ്ട്. ഒന്നാമത് കണ്ടോ, അതിൻ്റെ അടിയിലാ മറുപടി. ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക, പിന്നെ അടിവര കൊടുക്കേണ്ട അടുത്ത വാക്ക്, പിന്നെ വന്ന് എന്ത് ചെയ്യാം? വഴിപാട് കഴിക്കും. ഞാൻ മിണ്ടാൻ നിൽക്കുന്ന എനിക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ടും പണ്ടൊരച്ചായൻ പറഞ്ഞ പോലെ, മോനെ അതേന്ന് പിടിവിടരുത് കേട്ടോ. മനസ്സിലായി? അറിയാൻ പാടില്ല ഞാൻ മിണ്ടായിരിക്കുന്നതാണോ? ഏതെന്ന് പിടിവിടരുത്. ഇരുപത്താഴത്തിന്ന് എന്റെ ദൈവമേ, തീ ഇറങ്ങാത്തതുകൊണ്ടല്ലോ, ഇത് കൃപായുഗമായതുകൊണ്ടാണ്. ആദ്യം ചെന്ന് നിരക്കണം, പിന്നെ വന്ന് യാഗമർപ്പിക്കണം. സഭാജീവിതത്തിൽ മാത്രമല്ല, കുടുംബജീവിതത്തിലാണെങ്കിലും സാമൂഹിക ജീവിതത്തിലാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്താ ചെയ്യണം? മനുഷ്യരല്ലേ ചിലപ്പോ, എന്നാൽ അതിന് എന്തുണ്ടാക്കണം? പരിഹാരം ഉണ്ടാക്കണം. ഞാൻ എൻ്റെ ഭാര്യയോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ആരാധനയ്ക്ക് പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഭാര്യയോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് പേടിയാ ആ കോപം വെച്ചോണ്ട് എന്തിൽ? തിരുവത്താഴത്തിൽ പങ്കുകൊള്ളാൻ. ആരും ചെറുതായി പോകത്തൊന്നുമില്ല കേട്ടോ. കുടുംബത്തിലൊരു പ്രയാസം ഉണ്ടായി, പെണ്ണിന്റെ മുമ്പിൽ നമ്മളങ്ങോട്ട് ഇല്ല, നീ വലുതാകുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ വലിയ പുസ്തകം തന്നിരിക്കുന്നത് ഇതും ചുമന്നുകൊണ്ട് പോയിരുന്നു പ്രസംഗിക്കാനല്ല, പ്രസംഗിക്കാൻ മാത്രമല്ല, പിന്നെ ഇത് പ്രായോഗികമാക്കുന്നതാണ്. ഞാൻ ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു വലിയ ദുർവാസന പറഞ്ഞോട്ടെ, പലർക്കും ഈ പുസ്തകം പ്രസംഗിക്കാനുള്ള ഒരു പാഠപുസ്തകമാണ്, പ്രായോഗികമാക്കാനുള്ള ഒരു പുസ്തകമല്ല. ഇതാ ദൈവത്തിന്റെ നീതി, ഇതാണ് യേശുവിന്റെ നീതി.
ഇതാണ് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്ന നീതി. ഇനി രണ്ട് കാര്യങ്ങളിലൂടെ ഇതിനെ തുടർന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ 27-ാം വാക്യം നോക്കി. രണ്ടാമത് പറയുന്ന പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി എന്താ? വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതും അരുതാ. മറ്റേ കൊലപാതകം ചെയ്യരുത്. ഇത് വ്യഭിചാരം. 7 ഞാനോ നിങ്ങളോട് പറയുന്നത്, പറയുമ്പോ നമുക്കത് അവിടെ വായിക്കാം. വ്യഭിചാരം ചെയ്യരുത് എന്താ പിന്നെ വായിക്കാം. വ്യഭിചാരം ചെയ്യരുത്, അത് ന്യായപ്രമാണത്തിൽ മോശ പറഞ്ഞിരിക്കുന്ന, ന്യായപ്രമാണത്തിൽ മോശ പറഞ്ഞിരിക്കുന്ന ഈ നീതി ആര് പുലർത്തുന്നുണ്ട്? ശാസ്ത്രന്മാരും പരീശന്മാരും പുലർത്തുന്നുണ്ട്, അവർ പാലിക്കുന്നു. യേശുകർത്താവ് പറഞ്ഞു എന്താണെന്നറിയാമോ? എന്റെ നീതി അതിനേക്കാൾ വലിയ നീതിയാണ്. എന്താ നീതി? വായിച്ച മോനെ 28. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം പാപം ചെയ്യുന്നതാണ്. ചില ഈ വാക്യം തെറ്റിച്ചു പറയും. അതുകൊണ്ട് ചില ആളുകള് എന്ത് ചെയ്യല്ല, സൗകര്യമാരെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അതിന്റെ വിസ്തൃതമായ ഭാഗത്തേക്കൊക്കെ കയറുന്നില്ല, പോകുന്നില്ല. അതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പൊ എനിക്കിതൊക്കെ അങ്ങ് തുറന്ന് പരസ്യമായിട്ട് പറയാൻ സ്വല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുകൂടെ. ഇവിടെ കർത്താവ് പറഞ്ഞ എന്താ? സ്ത്രീയെ നോക്കണമെന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ നോക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? അവിടെയാണ് പ്രശ്നം. യേശുക്രിസ്തുവിന്റെ നീതി കണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ കാലഘട്ടത്തില് ഈ വാക്യത്തിന്റെ ദുർവ്യാഖ്യാന നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല, ഒത്തിരിയുണ്ട്. എന്നാൽ ചികിത്സ ചെയ്യേണ്ട സാധനത്തിന് ഇവരാരും ചികിത്സ നടത്താറില്ല. ഏതാ സാധനം? ഏതാ? മോഹം. അതെടുത്തങ്ങ് കളഞ്ഞാൽ സംഗതി ശരിയാവും. യേശുകർത്താവിന്റെ നീതി അതാണ്. മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കുന്നവനല്ല, അവളുമായി പാപം ചെയ്തുപോയി. ഇനി അടുത്ത കാര്യങ്ങൾ, സമയം ഇവിടുത്തെ ക്ലോക്ക് അനുസരിച്ചാണല്ലോ നിർത്തേണ്ടത്. അടുത്ത 33-ാം വാക്യം ഞാൻ അങ്ങ് എടുത്തു ചാടുവാന്നെ. 33-ാം വാക്യം, കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്ത് കർത്താവിനെ നിവർത്തിക്കണം എന്നും പൂർവന്മാരോട് അരുളി ചെയ്തു. സത്യം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, കള്ളസത്യം ചെയ്യരുത്. എന്താ കർത്താവ് പറഞ്ഞ് തൊട്ട് താഴോട്ട് പറയുന്നുണ്ട്? യേശുക്രിസ്തുവിന്റെ നീതി അവിടെ പറയുന്നുണ്ട്. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയാണ് കള്ളസത്യം ചെയ്യരുതെന്നുള്ളത്. 34-ാം വാക്യം നോക്കിയേ. അശേഷം ഞാൻ ഈ വാക്യം വായിച്ചൊന്ന് ഞെട്ടിപ്പോയി. സത്യം പറയാൻ പറ്റിയത് സത്യം പറയാൻ പറ്റിയത്. അശേഷം സത്യം ചെയ്യരുത്. തൊട്ട് താഴെ പറയുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവര് സ്വാഭാവിക സത്യം പറയാൻ ശ്രമിക്കും. ചില സമയത്ത് ഒരു കള്ളം പറയാം. ആ കള്ളം സത്യമാണെന്ന് സ്ഥാപിക്കാൻ എന്ത് ചെയ്യും? ദൈവത്തെ ചൊല്ലി, ദൈവാലയത്തെ ചൊല്ലി, യാഗപീഠത്തെ ചൊല്ലി അവരെന്ത് ചെയ്യും? സത്യം ചെയ്യും. ഞാൻ പെട്ടെന്ന് പറയാം, സമലാഭത്തിന് വേണ്ടി. ഇവർക്കുള്ള ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? ഇവരെ സ്വാഭാവികമായിട്ട് കള്ളം പറയും. എന്നാൽ ഇതുണ്ടല്ലോ, ദൈവാലയത്താണ് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. ദൈവത്തെ കൊണ്ടാണയിട്ട് പറയുകയാണെങ്കിൽ അത് സത്യമാണ്. ആണയിട്ട് പറയുന്നത് എന്താ? സത്യമാണ്. ആണ കൂടാതെ പറയുന്നത് സത്യമല്ല.
എന്റെ പ്രിയമുള്ളവരെ ഞാൻ വളരെ വിനയത്തോടെ എളിമയോടെ ഞാൻ പറയട്ടെ, ഇത് നസറേത്തുകാരന്റെ നീതി നോക്കിക്കേ. ഓരോ കാര്യം പറഞ്ഞാലും ഏത് കാര്യം പറഞ്ഞാലും സത്യമായിരിക്കണം, ഉവ്വ ഉവ്വ എന്നും. ഇല്ല ഇല്ല, നിന്റെ നാവ് അസത്യം പറയാൻ വളയ്ക്കരുത്. പിന്നെ വന്ന് ആ നാവും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തരുത്, ദൈവത്തെ ആരാധിക്കരുത്. ഒരിക്കൽ ഒരാള് എൻ്റെ അടുക്കൽ വന്ന് ഒരു അവിശ്വസനീയമായ ഒരു കാര്യം പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇതാരാ പറഞ്ഞത്? സഹോദരനോട് ഇത് ആരാ പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം ആളിന്റെ പേര് പറഞ്ഞു. ഇന്നയാളാ പറഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു, വിശ്വസിക്കാൻ വരട്ടെ, അന്വേഷിച്ച് കഴിഞ്ഞിട്ട് വിശ്വസിക്കാവുള്ളൂ. എന്താ വെച്ചാ അങ്ങനെ പറഞ്ഞു? സാധാരണ അദ്ദേഹം സത്യം അപൂർവമായിട്ട് ആള് വചനം പ്രസംഗിക്കും, സഭയിലെ അപ്പം മുറിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാ. പക്ഷെ സാധാരണ സത്യം പച്ചനോണ സഭയുടെ മധ്യത്തിൽ നിന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത സഹോദരന്മാരെന്ന് പറയുന്നവർ, സഹോദരന്മാരല്ല, കുറവല്ല. എന്നാൽ അവര് വല്ലപ്പോഴും സത്യം പറയുന്നുണ്ട്, എന്നോട് പറയും, അത് സ്ഥാപിക്കാൻ വേണ്ടി ആണോടെ. എന്നാൽ സഹോദരങ്ങളെ, ഞാൻ എളിമയോട് പറയട്ടെ, ഒരാണയുമില്ലാതെ ഞാൻ ഈ സത്യത്തെക്കുറിച്ചുള്ള ഈ പഠനമുണ്ടല്ലോ, ഫേസലേഖനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്, എപ്പോഴും സത്യം പറയുക. സത്യമല്ലാതെ ഒന്നും നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടരുത്. സത്യത്തിനു വേണ്ടി നിലനിൽക്കുക. യോഹന്നാൻ ലേഖനം എഴുതുമ്പോഴേ 2-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, സത്യത്താൽ തന്നെയും നിനക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സാക്ഷ്യം കിട്ടിയിട്ടുണ്ടെന്ന്. നമ്മളൊക്കെ സത്യത്തിന് സാക്ഷ്യം പറയുന്നവരാ, അല്ലേ? സത്യത്തിന് സാക്ഷ്യം പറയാം. അവിടെ സത്യവും സാക്ഷ്യവും അവിടെ പറയുന്ന ആ ഒരു പഠന വിഷയമാണ്. അപ്പൊ നമ്മൾ സത്യത്തിന് സാക്ഷ്യം പറയുന്നുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, സത്യത്തിന് നാവ് കൊടുത്തിട്ട് നിന്നെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ സത്യത്തോട് പറഞ്ഞാൽ സത്യം നിന്നെക്കുറിച്ച് എന്ത് പറയും? ഞാൻ പറഞ്ഞത് പിടികിട്ടിയാവോ? നമ്മളെല്ലാവരും സത്യത്തിന് സാക്ഷ്യം പറയുന്നുണ്ട്. എന്നാൽ സത്യത്തിന് നാവ് കൊടുത്തിട്ട് ആ സത്യത്തോട് പറയുക, തമ്പാച്ചനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? സത്യത്താൽ സാക്ഷ്യം ലഭിക്കുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയൊക്കെ ഒരു ലളിതമായ പഠനം, ഒരു 15 മിനിറ്റ് കൊണ്ടാണ് ഞാനത് പറയാൻ ശ്രമിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമായിട്ടുണ്ട്. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ നീതി പ്രവർത്തിക്കുന്നവനാണ്, ഈ ദൈവനീതി പ്രവർത്തിക്കുന്നവനാണ്, ഈ യേശുവിന്റെ നീതി ചെയ്യുന്നവനാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. 3 കാര്യങ്ങൾ. 1, ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊരു വിശ്വാസ ജീവിതമുണ്ട്.
2, ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊരു വിശുദ്ധ ജീവിതമുണ്ട്. 3, ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊരു നീതിയുള്ള ജീവിതമുണ്ട്. നമ്മളെ ടെസ്റ്റ് ചെയ്യുക, നമ്മളെ പരീക്ഷിക്കുക, പരിശോധിക്കുകയാണ് അല്ലേ? വാസ്തവത്തിൽ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, വീണ്ടും ജനിച്ചവനാണ്, വീണ്ടും ജനിച്ചവളാണ് എന്ന് പറയുന്നത് സത്യമാണ്. നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് പരിശോധിക്കാൻ ദൈവം കൃപ നൽകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.